ആ അടിമ സ്വന്തം രാജാവിനെ എടുത്തു ഓടാണ്. ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ അജ്മീറിലാണ് ഉള്ളത്. അജ്മീറിലെ 5ാമത്തെ നമ്പർ ഗേറ്റ് അവിടെയാണ് ഉള്ളത്. ഈ ഒരു ഗേറ്റിലായിട്ട് ഞങ്ങൾ പോകേണ്ടത് അജ്മീറിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എങ്കിൽ ഒരു കെട്ടിടത്തെ നോക്കില്ല, പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിനെ നോക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ചരിത്രം ഉറങ്ങിയിട്ടുള്ളെങ്കിൽ ഒരു ചരിത്ര ഭൂമിക്കാണ് പോയിട്ടുള്ളത്. ഈ എതിർക്കാണ്ടത് 6ാമത്തെ ഗേറ്റാണ്. ഏകദേശം അജ്മീറിൽ ഒരു 10 ഗേട്ടുണ്ട്. അതായത് ഈ ദർഗത്തേക്ക് വരകാവണമെങ്കിൽ 10 ഗേറ്റുണ്ടോ. അതിലിപ്പോൾ ഒരു 3 ഗേറ്റ് നമുക്ക് ഈ ഒരു പോണ്ട് റോഡ് കൂടി നമുക്ക് എന്തൊക്കെ കാണാം. അപ്പോൾ ചെന്നതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് ഒരു ജണ്ട് നിർമ്മിതി, അതായത് ഒരു ഇതിഹാസമുള്ളെങ്കിൽ ചരിത്രമുള്ളെങ്കിൽ ഒരു നിർമ്മിതിയും അതുപോലെ പ്രധാനപ്പെട്ട പിന്നൊരു കാര്യം നോക്കുകയാണ് പോണ്ടത്. ഇത് അജ്മീറിലുള്ള 7ാമത്തെ നമ്പർ ഒരു ഗേറ്റാണ് ഇവിടെ നമുക്ക് കണ്ടുള്ളത്. ആ ഒരു ഭാഗത്തൂടെ അജ്മീർ ദർഗയുടെ ആ ഒരു ഭാഗം കൂടി നമുക്ക് കാണുക അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ ഇപ്പോൾ 8ാമത്തെ ഗേറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഈ ജാഗയിൽ വന്നെങ്കിൽ ഇപ്പോൾ ഒരു 3 ഗേറ്റാണ് നമുക്കിപ്പോൾ കണ്ടത്. ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കുക പോകേണ്ടത് പ്രധാനപ്പെട്ടിട്ട് ഒരു ഇതാണ് നോക്കാൻ പോകേണ്ടത്. അതായത് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ഈ ഒരു അജ്മീറിൽ ഇക്കടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഒളിയെടുക്കുകയും അതേപോലെ കുലിക്കുകയും അങ്ങനെയുള്ള അതായത് ആവശ്യത്തേക്ക് മെയിനായിട്ട് തന്നി ഉപയോഗം ആക്കിയോ ഇന്നെങ്കത്തെ ഒരു എന്താ വെച്ചുള്ള ഒരു കര ആണ് ഇപ്പൊ നമുക്ക് എന്താ ഉള്ളത് കാണാവുള്ളത്. അത് നമുക്ക് അജ്മീർ ദർഗത്ത് മുട്ടവും കാണാം. ഈ ഒരു കെറായിട്ടേക്കർ ബഹുമാനപ്പെട്ടവർ തന്റെ അതായത് ഉള്ളെടുക്കുക ബേനായിട്ടും ബാക്കിയുള്ള കാര്യത്തുക ബേനായിട്ടും തന്നി ഉപയോഗം ആക്കിയോ ഇന്നെങ്കിൽ ഒരു കെര ആണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഈ കണ്ട ഒരു ഗേറ്റ് ആ ഭാഗത്തൂടെ ബന്ധങ്ങളും കാണാം. അതില്ലാണ്ട് കണ്ടെങ്കിൽ അജ്മീർ ദർഗത്ത് ഉൾഗത്തിൽ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ നമുക്ക് എന്താക്കാം ആ ഒരു കെര നമുക്ക് നോക്കുക സാധ്യമാണ്. ഇനി അതിൽ നിന്ന് മുന്നോലിപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് പിന്നെ ഒരു പ്രധാനപ്പെട്ട അജ്മീറിൽ വന്നെങ്കിൽ പ്രധാനപ്പെട്ട് നോക്കണമെങ്കിൽ ഒരു നിർമ്മിതിക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത്. അതായത് നിങ്ങൾ അജ്മീർ ചരിത്രം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവ്വസാധാരണ ഗൊന്തുള്ള ഒരു പള്ളിയുണ്ട്, അതായത് ജിന്ന് പള്ളിയുണ്ടാണ് ചൊല്ലത്. ആ ഒരു പള്ളിയുടെ ചരിത്രവും അതേപോലെ എന്താണ് ജിന്നുങ്ങ കെട്ടിയ പള്ളിയാണോ അല്ലാണ്ട് ആ പള്ളിക്ക് വേറെ പേരുണ്ടോ, അതേപോലെ ആ ഒരു പള്ളി എങ്ങനെയാണ് ഉള്ളത്, അതിലെ നിർമ്മിതി എങ്ങനെ, ഇതെല്ലാം നോക്കുക പേനായിട്ടാണ് ആ ഒരു ജാഗയാണ് ഞങ്ങൾ ഇപ്പോൾ എന്താ പോയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സുബൈ വേഗം പോയത് കൊണ്ട് വിട്ടു അവിടെ എന്താണ് ഒരു അങ്ങാടിയും എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നുകൊണ്ടുള്ളത് മാത്രമായിട്ട് കയറാം. അതേപോലെ ഈ ഒരു പള്ളിക്ക് പോകുന്നുണ്ട് കണ്ടെങ്കിൽ അജ്മീർ ദർഗത്ത് ആ ഗേറ്റർ ഭാഗത്ത് ഒരു 500 മീറ്റർ മാത്രമേ ഇതുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇടവഴി, അത് ചെറിയൊരു റോഡുണ്ട്. ഈ റോഡിലൂടെ പോയിട്ട് കണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ആ ഒരു പള്ളിയുടെ ഭാഗത്തേക്ക് എത്താം. ഇപ്പൊ നോക്കൂ, ഞങ്ങൾ ആ പള്ളിയുടെ മെയിൻ ആ ഒരു ഗേറ്റർ ഭാഗത്ത് കാണാം. ആ ഒരു സ്റ്റെപ്പ് അവിടെ ജാഗയാണ് എത്തിയത്. ഈ സ്റ്റെപ്പ് പത്തിയിട്ട് വേണം ആ ഒരു പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുക. കാരണം ഏറ്റവും കൂടുതൽ ഒരുപാട് വർഷം പലേ ഉള്ളെങ്കിൽ ഒരു പള്ളിയായിട്ട് ഇത് അപ്പൊ അത്രക്കും വലിയൊരു ചരിത്രം ഉറങ്ങിയിട്ടുള്ളെങ്കിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളെങ്കിൽ ഒരു പള്ളി കൂടിയായിട്ട് ഇത് യുനെസ്കോയുടെ പട്ടികയിലുള്ളെങ്കിൽ ഒരു പള്ളിയും കൂടിയായിട്ട് ഈ ഒരു പള്ളി ചൊല്ലത് കാണാൻ. അതായത് അജ്മീർ വന്ന് പുറത്താം ഇത് കണ്ടിരിക്കേണ്ട ഒരു പള്ളിയായിട്ട് ചൊല്ലത്. അപ്പൊ അത്രക്കും ഒരു മനോഹരമായിട്ടുള്ളെങ്കിൽ കൊത്തുപണിയും അതും ഇതും എല്ലാം ഉള്ളെങ്കിൽ ഒരു പള്ളിയായിട്ട് ഇത്. ഇതാണ് ഈ ഒരു പള്ളിയുടെ മെയിൻ കവാട ചൊല്ലത്, മെയിൻ ഗേറ്റ് ചൊല്ലത്. ഇതിൽ നിങ്ങൾ പോകണമെങ്കിൽ കൊന്തോ ഒരുപാട് കൊത്തുപണിയും അതും ഇതുമെല്ലാം ആക്കിയിട്ടുള്ളെങ്കിൽ ഞങ്ങൾ ഇത് പോയ സ്ഥലത്തേക്ക് പറ്റിയ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു രൂപമാണ് ഞങ്ങൾക്ക് പള്ളിയിലെ കണ്ടത്. ഏതായാലും ഈ ഒരു പള്ളിയുടെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താക്കുക ഈ ഒരു വീഡിയോയിൽ ചൊന്തണ്ട്. ഞങ്ങൾ റെഹാൻ ഹോളി ടൂറിസ്റ്റ് ഉള്ളെങ്കിൽ ഒരു ഗ്രൂപ്പിലാണ് വന്നത്. ആ ഉസ്താദ് എവിടെയാണ് ഉള്ളത്. ഈ ഉസ്താദ് ഞങ്ങൾക്ക് എന്തോ ഈ ഒരു പള്ളിയുടെ കുറിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു വിവരണത ഉണ്ട്. ആ ഒരു വിവരണം ഞങ്ങൾ എന്താക്കാം ഫസ്റ്റ് ആയിട്ട് കേട്ടിട്ട് പറയാം. ഈ അജ്മീർ
ഗോറി ഭരണത്തിന്റെ കീഴിലാണ്. അജ്മീർ മാത്രമല്ല, ഇന്ത്യ രാജ്യം മുഴുവനും. അങ്ങനെ ശിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറി തൻ്റെ ഗവർണറായിട്ട് കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹിയിൽ നിയമിക്കണം. കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹിയിൽ നിയമിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഒന്നാം യുദ്ധം നടക്കുകയാണ്. ആരിട്ട്? കുത്തുബുദ്ദീൻ ഐബക്കല്ല, ശിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും പഞ്ചാബിൽ വെച്ച് ഒന്നാം യുദ്ധം നടന്നു. അതിൻ്റെ പേരാണ് ഒന്നാം തറൈൻ യുദ്ധം. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഗോറി പരാജയപ്പെട്ടു. ആര് ജയിച്ചു? പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചു. ആ സമയം ശിഹാബുദ്ദീൻ മുഹമ്മദ് ഗോറിയെ കൊല ചെയ്യപ്പെടാൻ ഒരവസ്ഥ വരാൻ. ആ സമയത്ത് തൻ്റെ അടിമയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. ആ അടിമ സ്വന്തം രാജാവിനെ എടുത്തു ഓടുകയാണ്. ഈ എടുത്ത് ഓടിയ കാരണം കൊണ്ട് അദ്ദേഹം മരിക്കാതെ രക്ഷപ്പെടുകയാണ്. ഈ ഒരൊറ്റ നന്മ ചെയ്തതിൻ്റെ പേരിൽ, ഒരു സഹായത്തിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യം ഗോറി പിടിച്ചടക്കിയപ്പോൾ തൻ്റെ അടിമയായ കുത്തുബുദ്ദീൻ ഐബക്കിനെ പിടിച്ച് ഡൽഹിയിലെ ഗവർണറായി നിയമിച്ചു. സ്വന്തം അടിമയെ കുത്തുബുദ്ദീൻ ഐബക്ക്. ആ കുത്തുബുദ്ദീൻ ഐബക്കിനോട് പറയാണ്, ഞാൻ എൻ്റെ വിജയിച്ചടക്കിയ സ്ഥലങ്ങൾ കാണാൻ വരുന്നുണ്ട്, എനിക്ക് നമസ്കരിക്കാൻ ഒരു പള്ളി വേണം. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ നേതൃത്വത്തിൽ 2.5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനോഹരമായ പള്ളിയാണ്. ഈ ഒരു പള്ളിക്ക് പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതായത് ജിന്നപ്പള്ളി, അഡൈദിൻ ക ചോപ്ര, അതേപോലെ ജാമിയ ഇൽതുമിഷ്, ഇങ്ങനെ പല പേരുമാണ് ഉള്ളത്. എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് പേര് ചൊല്ലതും ഇതിലുള്ള ഉൾക്കൊള്ളിക്കത്തെ ചരിത്രം എന്തെന്ന് നോക്കി വരാം. അതായത് ഈ ഒരു അജ്മീർ ഭരിച്ചു ചെയ്യുന്നത് രജപുത്ര രാജാവായിട്ട് ഇന്നത്തെ പൃഥ്വിരാജ് ചൗഹാനാണ്. ഈ പൃഥ്വിരാജ് ചൗഹാന്റെ ആരാണ് സോപ്പട്ടത്? ഷിഹാബുദ്ദീൻ ഗോരി എന്താക്കുന്നതാണ്? സോപ്പട്ടതാണ്. അങ്ങനെ സോപ്പാട്ടിയ സന്ദർഭത്തിൽ ഡൽഹിയിലെ ഗവർണറായിട്ട് കുത്തുബുദ്ദീൻ ഐബക്ക് എന്താക്കുന്നതാണ്? നിയമക്കാക്കുന്നതാണ്. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്ക് നിയമക്കാക്കിയ സന്ദർഭത്തിൽ കുത്തുബുദ്ദീൻ ഐബക്ക് റട്ടിക്ക് ആര് ചൊല്ലതാണ്? ഷിഹാബുദ്ദീൻ ഗോറി ചൊല്ലതാണ്. നാണ് എന്താക്കിയ എനിക്കെത്തിയത് പിടിച്ചെടുത്ത് എനിക്കെത്തിയ ഈ ഒരു രാജ്യത്തിൽ നാണ് എന്താക്കുന്നതാണ്? ഈ ഒരു രാജ്യം സന്ദർശിക്കുകയാണ് വേണ്ടത്. ഈ സന്ദർഭത്തിൽ നക്ക് എന്ത് വേണം? ഒരു പള്ളിയാണ് നക്ക് ബേനായത് നിസ്കരിക്കും കാര്യം. അപ്പോൾ അതൊക്കെ ബേനെടുത്ത് ഒരു പള്ളി നീ എന്താക്കും നിർമ്മിക്കണം ചെന്ന സന്ദർഭത്തിൽ 2.5 നാൾ കൊണ്ടിട്ടും എന്താക്കിയതാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചതുണ്ടാണ് ചൊല്ലത്. അപ്പോൾ ഈ 2.5 നാൾ കൊണ്ട് എങ്ങനെ ഇത്ര വലിയൊരു പള്ളി നിർമ്മിക്കുക സാധ്യമുണ്ടോ? ഇല്ലല്ലേ. അതായത് ഈ ഒരുപാട് കൊത്തുപണിയും അതുപോലെ ഒരുപാട് കല്ലുകൾ കെട്ടിയിട്ട് 2.5 നാൾ കൊണ്ട് കെട്ടൽ ഭയങ്കര അസാധ്യമായ കാര്യമായിട്ട് കയറും. അപ്പൊ അതുകൊണ്ടിട്ട് ഇതൊക്കെ ഇത്ര ആയിട്ട് കെട്ടുക സാധ്യമുള്ളത് ജിന്നുകളെ സഹായം കൊണ്ടിട്ട് മാത്രമേ കെട്ടുക സാധ്യമുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു പള്ളിക്ക് എന്തായത് ജിന്ന് പള്ളിന്ന് ചൊല്ലിട്ട് ഒരു പേര് പറവു ഒരു കാരണം. ഇതൊക്കെയുള്ള ഒരു ചരിത്രപരമായിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഇതെന്താണ് ഒരു ബായ്പലക്കത്തിൽ കൂടിയാണ് ഈ ഒരു ചരിത്രം എന്തായത് വന്നിട്ടുള്ളത്. അതേപോലെ അത് ഉൾഗത്തെ ഉള്ള പള്ളിയാണ് ആറ് കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതെങ്കിലും ഈ പറത്ത് കാണ്ട ഈ ഒരു കെട്ടിടം ഭാഗമില്ലേ പറത്തത്തെ ഈ ഒരു അതായത് കമാനും കാര്യം അതായത് ഈ ഒരു കൊത്തുപണിയെല്ലാം ആക്കിയിട്ടുള്ളത് പിന്നീടുള്ള എനിക്കത്തെ ഇൽത്തുമിഷ് രാജാവാണ്. അതായത് ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ് ഈ ഒരു ഭാഗം കെട്ടിയതും അതേപോലെ ഈ ഒരു കാലിഗ്രഫിയും എല്ലാം ആക്കിയത് ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ ജിന്ന് പള്ളിക്ക് പിന്നൊരു പേര് ചൊല്ലത് ഞാൻ ഇവിടെ ചൊന്നതുപോലെ തന്നെ അഡൈദിൻ ക ജോപ്രാണ്ടാണ് പള്ളിക്ക് പിന്നൊരു പേരുള്ളത്. അതായത് അഡൈദിൻ ക ജോപ്ര ചൊന്നെങ്കിൽ 2 നാലില് ഒരു കുടിൽ ഇത് 2 നാലത്തെ ഒരു കെട്ടിടാണ്ടാണ് പേരുള്ളത്. ഇതൊക്കെ പുറകുള്ള കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ ഈ ഒരു അജ്മീർ ഭാഗത്തിൽ ഉറൂസയുടെ സന്ദർഭത്തിൽ ഒരു 2.5 നാളിൽ ഇവിടെ ഒരു ഉത്സവ ഒരു ജാത്ര പോലെ ഈ ഒരു ജാഗത്തിൽ നടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇവിടെ അഡൈദിൻ ക ജോപ്ര ചൊല്ലുക ഒരു പേരുള്ള കാരണം. അതേപോലെ ഈ ഒരു കെട്ടിടത്തെ പിന്നൊരു വിശേഷം കണ്ടെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ ഇതൊരു സാംസ്കൃതിക കലാ കേന്ദ്രമായിട്ട് അതായത് ഈ ഒരു ഷിഹാബുദ്ദീൻ ഗോറി ഇവിടെ ബണ്ട സന്ദർഭത്തിൽ ഇവിടെ അതായത് സന്ദർശിക്കുക സന്ദർഭം പള്ളിബേൻ ചൊന്ന സന്ദർഭത്തിൽ ഈ ഒരു കലാ ഇത് എന്താക്കിയതാണ് പള്ളി ആക്കിയതുകൊണ്ടാണ് പിന്നൊരു ചരിത്രം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഉൾഗത്ത് അതായത് ഈ ഒരു പള്ളിയുടെ കലാകൃതി നോക്കണമെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിട്ടിരിക്കും. അത് ഇതിൽ ഉൾഗത്തിൽ ഓരോരോ ഡോമർ കീഴിലുള്ള എനിക്കത് ഓരോരോ കൊത്തുപണിയാവട്ടെ അത് ഓരോരോ ഡോമർ അടിയിലുള്ള എനിക്കത് കൊത്തുപണി വേറെ വേറെ രീതിയിലാണ്, ഒരേപോലെ ഇല്ല. അതേപോലെ ഇതിലുള്ള എനിക്കത് ഒരുപാട് എന്താ പറയുക കല്ല് ചൊല്ലത് ഈ കാണ്ടില്ലേ ഇത് വലിയൊരു കല്ല് ആണ് എന്ന് മേൽമേൽ അട്ടി ആക്കിയിട്ടാണ് ഈ ഒരു കല്ല് വെച്ചതെന്ന് കണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് എന്തുണ്ട് കലാകൃതിയുണ്ട്, അതായത് കൊത്തുപണികളുണ്ട്. അപ്പോൾ ഈ ഒരു കൊത്തുപണിച്ചുള്ളത് ഭയങ്കര അത്ഭുതപ്പെട്ട എനിക്കതൊരു കൊത്തുപണിയായിട്ട് കയറും. അതേപോലെ ഇതൊരു ഇൻഡോ ഇസ്ലാമിക് ഒരു വാസ്തുശൈലിയിലാണ്
ഈ ഒരു എന്തുള്ളത് പല്ലി ഉള്ളത് ചൊല്ലതാണ്. അതേപോലെ ഇതിൽ ഉൾഗത്തിലുള്ള കമ്പ ഏകദേശം 70 കമ്പാണ് ഇതിൽ ഉള്ളതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലത്. അതേപോലെ ഈ ഒരു പള്ളിയുടെ പിന്നൊരു ചരിത്രം ചൊല്ലത് ഇത്, അതായത് ജന്ന പള്ളി അല്ലാണ്ടും ഈ പള്ളിയുടെ പിന്നൊരു ചരിത്ര ഭാഗം ഞങ്ങൾ കേൾക്കണ്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടെങ്കിൽ ഇത് ആരാണ് ഉണ്ടാക്കിയത്? കുത്തുബുദ്ദീൻ ഐബക്കാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലത്. അതായത് ഈ ഒരു പള്ളി ചൊല്ലത് 1190 ജണ്ടർ പിടിച്ചിട്ട് 1196, അതായത് 4 വർഷം കൊണ്ടിട്ടാണ് ഈ ഒരു പള്ളി കെട്ടിയതുകൊണ്ടാണ് പിന്നൊരു ചരിത്രം ചൊല്ലത്. അതായത് ഈ ഒരു ഗോരി ബണ്ട സന്ദർഭത്തിൽ ഇതിലുള്ള പ്രധാന ഒരു ഭാഗം, അതായത് നിസ്കരിക്കുള്ള ഒരു പ്രധാന ഒരു ഭാഗം ജണ്ടർ നാല കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടിട്ടാണ് ഇത് എന്താ അഡാദിൻക ജോപ്ര ചൊല്ലുകൊള്ള കാരണമായിട്ടാണ് പിന്നെ ഒരു ചരിത്രകാരന്മാരുള്ള ചൊല്ലത്. അപ്പോ ഏതായാലും ഇതിലൊരു പള്ളിക്കെട്ടുള്ള ഇതിലൊരു എഞ്ചിനീയർ ചൊല്ലത് അബൂബക്കർ ഹെറാത്തിൻ്റാണ് ചൊല്ലത്. ഈ അബൂബക്കർ ഹെറാത്ത് ചൊല്ല ആൾ അഫ്ഗാനിസ്ഥാന്റെ ആളാണ്. ഈ ഇന്ത്യക്ക് ബേനായിട്ടുള്ള ആ ഒരു രീതിയിൽ ഈ ഒരു പള്ളി എന്തായാലും നിർമ്മിച്ചു കൊടുത്തതുകൊണ്ടാണ് ചൊല്ലത്. അതേപോലെ ഈ ഒരു പള്ളിയുടെ ഉദ്ഘാടനക്ക് ഇങ്ങനെയുള്ള ഒരു മെഹ്റാബാണ് കണ്ടത്. ഈ ഒരു മെഹ്റാബ് കെട്ടിയത് എൽത്തുമിഷാണ്. അതായത് കുത്തുബുദ്ദീൻ ഐബക്കർ പിന്നെ വന്നെങ്കിൽ ശംസുദ്ദീൻ എൽത്തുമിഷാണ് ഈ ഒരു മെഹ്റാബ് കാര്യം ഇവിടെ കെട്ടിയതുകൊണ്ടാണ് ചൊല്ലപ്പെട്ടത്. അപ്പൊ ഏതായാലും അജ്മീർക്ക് വന്ന് പുറത്തു മസ്റ്റായിട്ട് നോക്കണമെങ്കിൽ ഒരു ചരിത്ര ഭൂമിയായിട്ട് ഇക്കടെ ഈ ഒരു പള്ളി ചൊല്ലത്. അതായത് ഈ ഒരു പള്ളിയിലുള്ള ഓരോരോ കൊത്തുപണിയാവട്ടെ, അതേപോലെ ഈ പള്ളിയുടെ ഓരോ സ്ട്രക്ചർ ആവട്ടെ, അതായത് ഈ ഒരു പള്ളി ചൊല്ലത് ഓപ്പൺ ഏരിയ പോലെയാണ്. അതായത് നമുക്ക് ഡൽഹി ജുമാ മസ്ജിദ് കാണും എത്ര ഹൈറ്റാണ്, ആ ഒരു രീതിയിലുള്ള ഹൈറ്റും കാര്യമാണ് ഈ ഒരു പള്ളിക്കുള്ളത്. അതേപോലെ ഇതിലുള്ളത് കലാകൃതിയാണ്. മെയിനായിട്ട് ഈ ഒരു പള്ളിയിൽ ഞങ്ങൾ നോക്കുള്ളത് ചൊല്ലത് കലാകൃതിയാണ്. അതായത് ഒരുപാട് കെത്തിയിട്ട് ഉണ്ടാക്കിയെങ്കിൽ ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണ കാര്യം ഒരു ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഒരു കൊത്തുപണി ആക്കേണ്ട കണ്ടെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട്. അതായത് ഒരുപാട് എന്താ ചൊല്ലേ ആധുനികമായ ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചാണ് ഒരു കൊത്തുപണി ഉണ്ടാക്കുന്നതെന്ന് കണ്ടെങ്കിൽ, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു കൊത്തുപണി അങ്ങ് എടുത്തിട്ട് ഇക്കുവാറ് ചൊല്ലുന്ന അങ്ങ് അത്ഭുതമായിട്ട് നോക്കേണ്ട ഒരു കാര്യം കാണും. ഓരോരോ കമ്പാവട്ടും, അതേപോലെ ഇവിടുത്തെ ഓരോരോ നില ആവട്ടും, അതേപോലെ ഓരോരോ രൂപമാവട്ടും, ഇത് ഞങ്ങൾ ഒരുപാട് അത്ഭുത തണ്ടെങ്കിൽ ഒരു കാര്യമായിട്ട് കയറും. അപ്പൊ ഏതായാലും അജ്മീർ ബണ്ട് പുറത്ത് മസ്റ്റായിട്ട് നോക്കണ ഒരു കാര്യമായിട്ട് കയറും. അതേപോലെ ചൊന്നതുപോലെ നേരത്തെ ഒരു ചരിത്രത്തെ ഭാഗത്ത് അങ്ങനെ പണ്ടാണ് കണ്ടെങ്കിൽ എന്താണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്താക്കിയത്? കുത്തുബുദ്ദീൻ ഐബക്ക് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോരി ഡൽഹിയിലെ ഇതാക്കി കൊടുത്തത്, അതായത് ഡൽഹിയിലെ ഗവർണറായി കൊടുക്കാനുള്ള കാരണം ചൊല്ലത് ഫസ്റ്റ് ഇവിടെ ഭരിച്ചു എന്നെങ്കിൽ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ഷിഹാബുദ്ദീൻ ഗോരി എന്താണ് ഫസ്റ്റ് ഒരു യുദ്ധം നടക്കുന്നത്. അതായത് പഞ്ചാബിൽ നടക്കിറങ്ങിയത് ദറൈ യുദ്ധം. ഈ ഒരു ദറൈ യുദ്ധത്തിൽ എന്താവിടതാണ് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോരി എന്താകുന്ന സോക്കുടതാണ്. ഈ സോക്കുട സന്ദർഭത്തിൽ കുത്തുബുദ്ദീൻ ഐബക്ക് എന്താ പറയുക അടിമയായിട്ടാണ് ഇക്കരുത്. അപ്പൊ ഈ അടിമ എന്താക്കുന്നതാണ് ഷിഹാബുദ്ദീൻ ഗോരിയുടെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതാണ്, അത് എടുത്തോണ്ട് പോകേണ്ടതാണ്. അതായത് ഇല്ലുണ്ടെങ്കിൽ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോരി എന്താവുന്ന മരിക്കുന്നത്. അപ്പോൾ ഈ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഓർഡർ, അതായത് ഈ രാജാവരെ പിടിച്ച് ഓടിയം പോകേണ്ടതാണ് ആറ്. നേരത്തെ ഉസ്താദ് ചെന്നതാണ്. ഈ രാജാവരെ പിടിച്ചുകൊണ്ട് കുത്തുബുദ്ദീൻ ഐബക്ക് പോയ സന്ദർഭത്തിൽ പിന്നീട്, അതായത് അങ്ങനെ എന്താ ഷിഹാബുദ്ദീൻ ഗോരി എന്തായാലും മരിച്ചില്ല. പിന്നീട് രണ്ടാമത്തെ യുദ്ധം നടന്ന സന്ദർഭത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ സോക്കുകയും അങ്ങനെ അതിൽ പിന്നെ ആരാണ് വിന്നവിടുത്? ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോരി വിന്നവിടുതാണ്. അങ്ങനെ വിന്നായ സന്ദർഭത്തിൽ ഈ കുത്തുബുദ്ദീൻ ഐബക്കർ എന്താക്കുന്നതാണ് ഡൽഹിയുടെ ഗവർണറായിട്ട് ആക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ ഡൽഹിയുടെ ഗവർണർ ആക്കിയാൽ പിന്നീടാണ് എന്താ പറയുക ഈ ഒരു അജ്മീർ നോക്കുന്ന സന്ദർഭത്തിലാണ് പിന്നീട് ആര് പണ്ടത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഗോരി ഈ ഒരു നിസ്കരിക്കുക ബേനായിട്ട് ഒരു പള്ളി ബേനം ചൊല്ലുകയും അങ്ങനെയാണ് ഈ ഒരു പള്ളി ഉണ്ടാവുകയുള്ള സാഹചര്യം നിറച്ചുന്നത് പോലെ അവർ ചരിത്രത്തെ പൂർണ്ണമായ രൂപമാണ് ചൊന്നത്. ഏതായാലും ഈ ഒരു പള്ളിയാണ് പിന്നീട് ഏറ്റവും പ്രശസ്തമായ പള്ളിയായിട്ട് ഞങ്ങൾ കാണുക സാധ്യമായത്. അത് അജ്മീറിൽ വന്ന പല ആൾക്കാരും എന്താവില്ല ഈ ഒരു ജാഗയൊക്കെ ബണ്ടിലാണ്ടാണ്. പല ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പള്ളി ഉള്ളത് സംഭവം എന്തുള്ള ഗൊന്തില്ലാണ്ടാണ്. അപ്പോൾ അതാണ് ഈ ഒരു നിർമ്മിതി ഉള്ളത്. മെയിനായിട്ട് വെച്ചുള്ള ഈ ഒരു പള്ളിയിൽ നോക്കുള്ളത് കൊത്തുപണിയാണ്, അടിപൊളിയായിട്ടുള്ള കൊത്തുപണിയാണ്. അതായത് ഫുള്ളായിട്ട് എന്താണ് കല്ല് കൊണ്ടിട്ടാണ് ഈ ഒരു എന്തുള്ളത് പള്ളി ഉള്ളത്. അതേപോലെ ഇപ്പോൾ ഈ ഒരു പള്ളിയിൽ എന്തില്ല നിസ്കാരം കാര്യമുണ്ട്. അതായത് വലിയ രീതിയിലുള്ള നിസ്കാരങ്ങളും ചെറിയ ചെറിയുള്ള 5 വക്ത് നിസ്കാരം കാര്യം എവിടെ ഉണ്ടോ ഈ ഒരു പള്ളിയിലുണ്ടോ. അതേപോലെ ഖുതുബ ഉണ്ടുണ്ടാണ് കേട്ടത്, ഗൊന്തില്ല കറക്റ്റായിട്ട്. ഏതായാലും അതേപോലെ ഈ ഒരു പള്ളിയുടെ നിലച്ചുള്ളത് എന്താണ് കല്ല് കൊണ്ടിട്ടാണ് ഈ ഒരു പള്ളിയുടെ നിലച്ചുള്ളത്.
അതായത് നല്ല കൂളാണ് ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ ബന്ധം ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരു പള്ളിയുടെ നോക്കുമ്പോൾ എന്നോട് ഒരുപാട് സന്ദർശകന്മാർ, അതായത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ഒരു പള്ളിക്ക് ബണ്ടാറ്. അതായത് ഈ ഒരു പള്ളി നോക്കുക മാത്രമായിട്ടാണ് ഒരുപാട് ആൾക്കാർ പറയുകയും അതുപോലെ ഓരോ ഫോട്ടോഗ്രാഫർമാർ ഇഷ്ടംപോലെ ഈ പള്ളിയുടെ പുറത്തുള്ളത്. അപ്പോൾ ഈ കാണ്ട ഒരു മതിൽ ഈ ഒരു മെഹ്റാബ് ചൊല്ലത് ആരാണ്? നേരത്തെ ചൊന്ന പോലെ ഇൽത്തുമിഷാണ് കെട്ടിയത്. പിന്നീട് 1213 AD 1213 എന്താക്കിയത്? ഇൽത്തുമിഷ് ഈ ഒരു പള്ളി കെട്ടിയത്. അങ്ങനെയാണ് ഈ ഒരു പള്ളിക്ക് ജാമെ ഇൽത്തുമിഷ് എന്നുള്ള ഒരു പേര് പറയുള്ള കാരണം. അതേപോലെ ഇതിലുള്ള ഒരു എന്താ വെച്ചുള്ള കാലിഗ്രഫി ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള കാലിഗ്രഫിയാണ്, അറബി കാലിഗ്രഫി നമുക്ക് ഇത് നോക്കാൻ സാധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു പർത്ത് കണ്ട് നേരത്തെ சொന്ന പോലെ ഈ പർത്ത് കണ്ടെങ്കിൽ ഈ ഒരു മതിലില്, അതായത് സ്ക്രീൻ വാളാണ് ഈ ഒരു മതിൽ ചൊല്ലത്, ഒരുപാട് കൊത്തുപണിയിലുള്ള ഈ ഒരു മതിൽ ചൊല്ലത് പിന്നീട് ഇൽത്തുമിഷാണ് കെട്ടിയത്. അതായത് 1213 പിന്നെയാണ് ഈ ഒരു ഭാഗം എന്താക്കിയത്? ഇൽത്തുമിഷ് എന്താക്കിയത് കെട്ടിയതാണ്. ഇതിലെ പർത്തിലെ ഭാഗം ഇങ്ങനെയാണുള്ളത്, വലിയൊരു സ്പേസും കാര്യമാണ് ഉള്ളത്. അതായത് ഫോട്ടോ എടുക്കുകയും പിടിക്കുകയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസും കൂടി നമുക്ക് എന്താക്കാം ഈ ഒരു പള്ളിയെ കുറിച്ച് നമുക്ക് ചൊല്ലാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പള്ളിയെ കുറിച്ചുള്ള ചരിത്രം ചൊല്ലത്. ഈ ഒരു പള്ളി ഉള്ളത് ഞങ്ങൾ താരാഗാഡർ ആ ഒരു മലയുടെ ഒരു പർവ്വതമില്ല, ആ പർവ്വതത്തെ സൈഡിലായിട്ടാണ് ഈ ഒരു പള്ളി ഉള്ളത്. അതേപോലെ പള്ളിയുടെ പുറത്ത് ഒരുപാട് മക്ബറും കാര്യങ്ങളും ചെറിയ ചെറിയ കബറും കാര്യങ്ങളും ഉണ്ട്. അത് ആരതാണുണ്ട് ആറും കൊന്തിലി കാണുന്നുള്ള കബറാണ്. അപ്പോൾ ഇതായിട്ട് ഈ ഒരു പള്ളിയെ കുറിച്ചുള്ള ചരിത്രം ചൊല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പള്ളിയുടെ ചരിത്രവും അതേപോലെ ഈ പള്ളിയും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇത്രയായിട്ട് ഞങ്ങളൊരു ചരിത്രം ചൊല്ലത്. ബണ്ട് നാൾ പുതിയൊരു ചരിത്രമായിട്ട് അതേപോലെ പുതിയൊരു പ്ലേസുമായിട്ട് നിങ്ങളെ മുന്നിലാണ് ബണ്ട്. അപ്പോൾ ഏതായാലും ഈ പള്ളിയുടെ ഒരു പുറത്തുള്ള ഭാഗം, അതേപോലെ പിന്നെ ചൊല്ല പറഞ്ഞത് ഈ പള്ളിയുടെ ആ മെയിൻ ഭാഗത്തിൽ മേൽ 2 മിനാറുമുണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് എന്തായിട്ടുള്ള കെട്ടിയിട്ടില്ല, പാതിയിൽ കട്ടായിട്ട് പോകുന്നുണ്ട്. പിന്നീട് മുന്നിൽ നിന്നിട്ട് പിന്നീട് പൊളിഞ്ഞു പോയതായിരിക്കാം എന്ന് വിചാരിക്കണം. അതുപോലെ ഒരുപാട് പല നിർമ്മിതിയും കാര്യങ്ങളുണ്ട് ഈ ഒരു പള്ളിയുടെ ആ ഒരു കമ്പൗണ്ടർ ഉള്ളിലായിട്ട് നമുക്ക് എന്താവും കാണുക സാധ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു പള്ളി നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെട്ടിട്ടും ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നെക്സ്റ്റ് അജ്മീർ ആരെങ്കിലും പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എന്താ നോക്കുകൊണ്ടാണ് ചൊല്ലത്. അപ്പോൾ ഏതായാലും ബണ്ട് വീഡിയോയിൽ പുതിയൊരു ചരിത്ര വിഷയമായിട്ട് നിങ്ങളെ മുന്നിൽ വേണ്ട. അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Hmm?